ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടല്ലോ നല്ല മത്തി കിട്ടി. ദാണ്ട കണ്ടോ, വലിയ മത്തിയാണ്. ഇത് ഞാൻ 2-3 ഒക്കെ കഷ്ണമായിട്ടൊക്കെ മുറിച്ചു ഇതുവഴി കൊണ്ടുപോയതാണ്. നല്ല മത്തിയാണ്, ഇഷ്ടം പോലെ പരിഞ്ഞിലും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇന്നൊരു മത്തിക്കറി വെക്കാം എന്ന് വിചാരിച്ചു. വേണ്ട, ഞങ്ങൾക്ക് ഞായറാഴ്ച ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചിയാണ് കേട്ടോ. എന്നെ ഞായറാഴ്ച മാത്രം എന്നെ ഒന്ന് തൂക്കാനും തുടയ്ക്കാനും ഒക്കെ എനിക്ക് എന്നെ അന്ന് സഹായിക്കാൻ വരുന്ന ചേച്ചിയാണ്. പരിഞ്ഞിലുണ്ട്, അതിൻ്റെ ഇപ്പം അരിഞ്ഞുകൊണ്ടിരിക്കുക ചേച്ചി. പരിഞ്ഞിൽ ഇഷ്ടം പോലെ പരിഞ്ഞിലുണ്ട്, അതിനെ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞു തരുക. അപ്പം നമുക്ക് ഈ മീൻകറി ഒന്ന് വെക്കാം. മത്തിയൊക്കെ വാങ്ങിച്ച് വറുത്തൊക്കെ കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ പൊതിച്ചോറിനകത്തൊക്കെ നല്ലതല്ലേ. ഇപ്പോൾ പൊതിച്ചോറൊന്നും ഇല്ല, അതും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഇത് വെക്കുന്നത്. നമുക്കൊന്ന് നോക്കാമേ. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു. മിക്കവാറും ഉണ്ടല്ലോ മീൻ ഉണ്ടാക്കാൻ നേരത്ത് ഞാൻ ഈ ചട്ടി എടുക്കുന്നത്. എനിക്ക് ഈ ചട്ടി ഭയങ്കര ഇഷ്ടമാണ്. വേറെ 2 ചട്ടിയുണ്ട്, അത് ഇച്ചിരി വലിപ്പമൊക്കെ ഉണ്ട്. എൻ്റെ അമ്മ എപ്പോഴും പറയും, ഈ ഒരെണ്ണമേ എപ്പോഴും എടുക്കത്തുള്ളൂ. നമുക്ക് ചിലതിനോടൊക്കെ ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അത് തന്നെയാണ് എൻ്റെ സ്വഭാവം. ഞാൻ ഈ ചട്ടിയാണ് ഇപ്പോൾ എടുക്കുന്നത്. എനിക്ക് കുറച്ചുകൂടെ മയമായിട്ടൊക്കെ പോകുന്ന ചട്ടി ഇല്ല. നമുക്ക് ചട്ടിക്കകത്ത് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ നമുക്കതിനകത്തേക്ക് ഞാനൊരു 10 ഉള്ളി പൊളിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതങ്ങോട്ട് നമുക്ക് ആദ്യം ഇടണം. ഇനി ശകലം വെളുത്തുള്ളി ഇടും. പച്ചമുളക് ഒരു 3 പച്ചമുളക് ഇടുന്നുള്ളൂ. കാരണം ഇന്ന് ഒരൊറ്റ ദിവസത്തേക്കുള്ള മത്തിയെ വെക്കുന്നുള്ളേ, ഒത്തിരി എരിവ് വേണ്ട. അതുകൊണ്ട് ഒരു 3 പച്ചമുളക് ഇട്ടു. നമ്മൾ ഒന്ന് വഴറ്റണം. അത്യാവശ്യം ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണം. പുളി, ആവശ്യത്തിന് പുളി, പിന്നെ കറിവേപ്പില. അത് നമ്മുടെ ഇവിടുത്തെ കറിവേപ്പാണ്. നന്നായിട്ടൊക്കെ കിളിച്ച് വന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മഴ ആയതുകൊണ്ട് വെള്ളം കയറി ഒക്കെ പോകുന്നു തോന്നുന്നു. പിന്നെ ഒരു 3-4 മൂട് കിളിച്ച് വരുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് വായിച്ചേ, ഒരു കറിവേപ്പൊക്കെ കിളിച്ച് വരുവാണെങ്കിൽ ഒരു 8 മാസത്തേക്ക് അത് തുടരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കിളിച്ച് വരുന്നു. അപ്പോൾ ഒരു 3-4 മൂട് വെച്ചിട്ടുണ്ട്, തൊട്ടിട്ടില്ല ഇത്. കിളിക്കണമെങ്കിൽ കിളിക്കട്ടെ. പിന്നെ അത്യാവശ്യമുള്ളതൊക്കെ ഇവിടുന്നൊക്കെ നമ്മൾ 1-2 എണ്ണമൊക്കെ ഉണ്ട്. അതങ്ങനെ പോയും വന്നുമൊക്കെ നിൽക്കുമോ, എന്നാലും അതൊക്കെ ഒന്ന് ഉപയോഗിക്കും. വാങ്ങിക്കാനൊന്നും മെനക്കെടത്തില്ല, ഇവിടെ ഉള്ളത് കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അല്ല, ഇതൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ശകലം പൊടി ഒന്ന് ചേർക്കാം. ശകലം മഞ്ഞപ്പൊടിയെ ചേർക്കുന്നുള്ളേ, നമ്മൾ വേറെ രീതിയിലാണ് വെക്കുന്നത്. നമ്മൾ ശകലം മഞ്ഞപ്പൊടി മാത്രം ചേർക്കും. ഇച്ചിരി ഉപ്പും ചേർക്കും. മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഈ മീൻകറിയെല്ലാം കൂടെ എടുത്ത് അതിനകത്തോട്ടങ്ങ് ഇടുക. കഷ്ണം, മീൻകറിയല്ല, മീൻ്റെ കഷ്ണം. ഒന്ന് പരക്കിയൊക്കെ ഇങ്ങനെ ഉപ്പൊക്കെ ഒന്ന് പിടിക്കും. പുരട്ടി വെച്ച് ഇനി ഇതിവിടെ തീ ഓഫ് ചെയ്ത് ഇവിടെ ഒന്നിരിക്കട്ടെ. നമുക്ക് തേങ്ങയുടെ പരിപാടി നോക്കാം. നമ്മൾ ഒന്ന്
തീ കുറച്ച് വെക്കുക. എന്നിട്ട് മുളക് പൊടി, ഒരു 2.5 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, ശകലം പെരുംജീരകപ്പൊടി, ഇത്രയും കൂടിയിട്ട് ഇത് നന്നായിട്ടങ്ങ് ചൂടാക്കണം. അതിനകത്ത് നമ്മൾ ചുവന്നുള്ളിയും കൂടി ഇടുന്നുണ്ട്. ചുവന്നുള്ളി വഴറ്റാനിട്ടിട്ടുണ്ട്, എന്നാലും തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ടൊരു ശകലം ചുവന്നുള്ളിയും കൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. ഞാനിത് അരച്ചുകൊണ്ട് വരാവേ. ഞാനിത് മറന്നു പോയി കേട്ടോ. മെയിൻ സാധനം ഇതാ, ഈ പൊടി വറുത്ത് വെച്ചില്ലയോ അതും ഈ തേങ്ങയ്ക്കകത്തോട്ടിടണം. വീഡിയോ ഒന്നും എടുത്തൊന്നും ശീലമില്ലല്ലോ, അത് കാരണം അങ്ങ് മറന്നു പോകും. കണ്ടോ, ഈ പൊടികളെല്ലാം കൂടി ഇട്ട് ഒന്ന് അരയ്ക്കണം. ഇപ്പം വേണ്ട അരഞ്ഞിട്ടുണ്ട്. ഇച്ചിരി വെള്ളം ചേർത്ത് നന്നായിട്ട് അങ്ങ് അരച്ചപ്പോൾ ഈ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മളിത് മീൻ കറിക്കകത്തോട്ട് ഇടുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിള വരുമ്പോഴത്തേക്ക് മീൻ വേവും. ശകലം കൂടെ വെള്ളം വേണം, അത് കൊഴുത്തല്ലേ ഇരിക്കുന്നത്. ശകലം വെള്ളം കൂടെ ഒഴിക്കാം. വേണ്ടേ, ഇത്രയും വെള്ളം മതി. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് അങ്ങ് തിള വരുമ്പോൾ വേവിച്ച് വാങ്ങാം. ഇപ്പം ആവശ്യത്തിന് ഉപ്പുണ്ടേ. പിന്നെ എന്ത് തിളക്കട്ടെ, നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇതാണ്ട് പരിഞ്ഞിൽ, നല്ല പരിഞ്ഞിലുണ്ട് കേട്ടോ, നല്ല പരിഞ്ഞിലുണ്ട്. ഇത് ഇനി ഒരു നല്ലോണം ഇങ്ങനെ വിരകും. എന്നിട്ട് ഇത് സവാള ഒരെണ്ണം അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിനകത്ത് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിടും. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇവിടെ ചേർത്ത് ഇലക്കകത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ വരുന്ന ചേച്ചിയാണെങ്കിൽ ഇതൊരു തോരൻ പോലൊക്കെ ഉണ്ടാക്കുവേ, അതും നല്ലതാണ് കേട്ടോ. എന്നാലും ഒരു പച്ചമുളക് ഇടുന്നുള്ളേ. ഇനി നമുക്കിതിനകത്തോട്ട് തേങ്ങ ഇടണം. അതും ഇട്ടേക്കാം. ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടങ്ങ് വിരകണം. പച്ചമുളക് ഒരെണ്ണം ഇട്ടിട്ടുള്ള എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിന്. ഇവിടെ ഇത് എരിവൊക്കെ ഞാൻ ഒത്തിരി ഒന്നും ഇടത്തില്ല, കാരണം ഇവിടെ മിന്നുക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒരിതാണ്. കാരണം അവൾക്ക് എരിവൊക്കെ കാന്താരിയും ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ കൊടുത്താൽ കാന്താരി ചമ്മന്തിയൊക്കെ കൊടുത്താലുണ്ടല്ലോ നല്ലോണം കഴിക്കും. നല്ല എരിവൊക്കെ കഴിക്കും അവൾ. അവളെ അച്ഛൻ്റെ വീട്ടിലെ ഒരു രീതിയാണ്. അരിയണ്ണൊക്കെ ഭയങ്കര എരിവ് ഇഷ്ടമായിരുന്നു. ഇപ്പം അതൊക്കെ കുറച്ചു. അപ്പം അതുകൊണ്ട് അവൾക്കും അങ്ങനെ ഒരുപാട് എരിവോ അങ്ങനെയൊന്നും കൊടുക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ വന്നാൽ അവൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണ്ടേ. ഇനി നമുക്കിത് ഒരു ദോശക്കല്ല് അങ്ങോട്ട് അടുപ്പത്തോട്ട് വെച്ച് ഒരു ഇല അങ്ങോട്ട് വെച്ച് ഇലയിലോട്ട് വെച്ച് റെഡിയാക്കി എടുക്കാം. മത്തിക്കറി ആയിട്ടുണ്ട്. വേണ്ട, ഞാൻ ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച്
കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഒത്തിരി കറിവേപ്പില ഒന്നും ഇല്ലായിരുന്നു, അതുതന്നെ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇച്ചിരി കൂടി ഇട്ടേനെ. അത്ര ആയിട്ടുണ്ട്, മത്തിക്കറി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിഞ്ഞിലുണ്ടാക്കുന്നതും കൂടെ ഒന്ന് നോക്കാം. ദോശക്കല്ലോ ചപ്പാത്തിക്കല്ലോ ഏതായാലും മതിയേ. എനിക്ക് ദോശക്കല്ല ഞാൻ എടുത്തേക്കുന്നത്. ഇതിലോട്ട് അങ്ങോട്ട് വയ്ക്കുക, തീ കുറച്ച് വയ്ക്കുക. അതിലേക്ക് ഒരു ശകല വെളിച്ചെണ്ണ ഒന്ന് പറ്റുക. അപ്പോൾ ഇതൊന്ന് ഇളകി വരാനൊക്കെ ഒരു എളുപ്പമാണ്. പരട്ടിയിട്ട് നമ്മളിതിങ്ങനെ പരത്തി വെക്കണം. നമ്മൾ വേറൊരു ഇലയിട്ട് ഇതിങ്ങനെ അടച്ചു വയ്ക്കും. അടച്ചു വെക്കും. ഇനി ഒന്ന് മൂത്തൊന്ന് ഇല ഒന്ന് കാണുമ്പോൾ നമുക്കറിയാമല്ലോ, അപ്പം തിരിച്ചിടണം. നമ്മൾ ഇല നോക്കിയിട്ട് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിടാമേ. എനിക്കാണെങ്കിൽ ഇതിങ്ങനെയൊക്കെ തിരിച്ചിടുന്നതൊക്കെ എന്തോ ടെൻഷനാണെന്നറിയോ. കാരണം എപ്പോഴായത് മറിഞ്ഞു പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ. ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെയൊക്കെ ഒന്ന് തിരിച്ചിട്ടും ഒക്കെ ഒന്നുകൂടെയൊക്കെ ഒന്ന് എടുക്കണം. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി ആ വശം മൂക്കട്ടെ. ബാക്കി ഇത്രയുണ്ട്. ഇത് നമ്മളൊന്ന് ചിക്കി എടുക്കാം. കാരണം ഇവിടുത്തെ ഞാൻ വന്നില്ലേ, ചേച്ചിയെ കാണിച്ചില്ലേ, ചേച്ചി ചെയ്യുന്ന ആ രീതിയാണ്. അതും ഇവിടെ വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ വെച്ച് ഒന്ന് ഇലക്കകത്ത് വെക്കാം, ബാക്കി ഒന്ന് ചിക്കി എടുക്കാം. അപ്പം നമ്മുടെ മീൻകറി ഇതൊക്കെ കയറി നല്ലോണം ഇരിപ്പുണ്ട്. അപ്പം മീൻകറി ഇനി നമ്മൾ ഇതൊന്ന് ചിക്കി എടുക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ അതിനൊരു പാന് വെക്കുക. അപ്പം നമ്മൾ ഇതൊന്ന് ചിക്കി എടുക്കാനുള്ള പരിപാടിയാണ്. എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ, സവാളയും പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്, തേങ്ങായും ഇതിനകത്തുണ്ട്. നമ്മൾ വേറെ ഇനി എക്സ്ട്രാ ഒന്നും ഇതിനകത്ത് ഇടണ്ട. ഇതിങ്ങനെ നമ്മൾ ചിക്കി മൂത്ത് വരുന്നതനുസരിച്ച് ഇങ്ങനെ എടുത്താൽ മതി. ഇതിവിടെ കിടന്നൊന്ന് മൂക്കട്ടെ കേട്ടോ. മീൻകറി ആയിട്ടുണ്ട്. വേണ്ട പരിഞ്ഞിൽ കണ്ടോ, ഇതായിട്ടുണ്ട്. ഇത് പിന്നെ ആയി വരുന്നു കണ്ടോ. ഇത് നമ്മൾ ചിക്കി എടുത്ത തോരനാണേ. കണ്ടോ, ഇത് നമ്മൾ ആയിട്ടുണ്ട്. നമ്മുടെ പരിഞ്ഞിൽ അത് റെഡി ആയിട്ടുണ്ട്. മീൻകറി റെഡി ആയിട്ടുണ്ട്.